പ്രൈസ് ദി ലോർഡ്. എല്ലാ കൂട്ടുകാരെയും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും അതിലൂടെ ജീവിതത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും കർത്താവ് സഹായിച്ചതോർത്ത് എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നന്ദി പറയുന്നു. പ്രത്യേകാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കർത്താവ് ഒരുക്കി തന്നല്ലോ. മറ്റു കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൺഡേ സ്കൂളിൻ്റെ ഭാഗമാകാനും അവരെ ഉത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സ്കൂളിലെ കൂട്ടുകാർ, അവരെയൊക്കെ ഈ പ്രോഗ്രാം ആസ്വദിക്കുവാനായിട്ട് ക്ഷണിക്കുക. നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ ആത്മാവിൽ പഠിച്ച് വളരുവാൻ സാധിക്കട്ടെ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ദൈവത്തിലുള്ള ഭക്തി കാരണം നിങ്ങൾക്ക് ഉയർന്ന് പോകുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കും. നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ദാനിയേലിനെ കുറിച്ചാണ്. ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ, ദൈവത്തിൻ്റെ അതിശക്തമായ കരങ്ങളിൽ പ്രയോജനപ്പെട്ട അതിമാനുഷനായ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു മനുഷ്യൻ. ദാനിയേലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ വിവരണമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകമൊക്കെ ചേർത്ത് വെച്ച ആളുകൾ പഠിക്കാറുണ്ട്. ദാനിയേലിൻ്റെ ജീവിതത്തിലെ ആദ്യ ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു സമ്മറി നമുക്ക് നൽകുന്നുണ്ട്, ലഘു വിവരണം ലഭിക്കുന്നുണ്ട്. ദാനിയേൽ എങ്ങനെയുള്ള ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികൾ എങ്ങനെയായിരുന്നു, വിശ്വാസ രീതികൾ എന്തായിരുന്നു, അദ്ദേഹത്തിന് ദൈവം നൽകിയ ഉയർച്ചകൾ എന്തൊക്കെയായിരുന്നു എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അതിലേക്ക് വരാം. ദാനിയേലിൻ്റെ പുസ്തകം അതിലെ വളരെ മനോഹരമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, ദാനിയേലിനെ കുറിച്ച് വളരെ ശക്തമായ ചില കാര്യങ്ങൾ പറയുന്നു. ദാനിയേൽ ഈസ് ഫ്രം ഡേവിഡ്സ് റോയൽ ഫാമിലി. 2 രാജാക്കന്മാർ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ ദാനിയേല് ഇവിടെ ഇതാ അടിമയായിട്ട് ബാബിലോണിലേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുലം ദാവീദിൻ്റെ കുലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരുവനാണ് ഈ ദാനിയേൽ. ദാനിയേല് തൻ്റെ സുഹൃത്തുക്കൾ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ ഒരുപാട് പേരെ പിടിച്ചുകൊണ്ടുവന്നതിൽ കഴിവുള്ള നിപുണന്മാരായ ചിലരെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ അവർക്കൊരു മേൽവിചാരകനെയൊക്കെ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. അവരങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സമയം നമ്മൾ പിന്നീട് കാണുന്നത് അവർക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വരികയാണ്. അവരിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും ഒക്കെ ആയവരെ രാജാവ് തിരഞ്ഞെടുത്ത് അവരെ ഒരു പ്രത്യേക ട്രെയിനിങ്ങിന് വേണ്ടി അവരെ വെച്ചു. എന്നാൽ ആ സമയത്ത് ദാനിയേല് വീഞ്ഞ് കുടിക്കാതെ, തങ്ങളെ തന്നെ അശുദ്ധമാക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ മുൻപിൽ ശാഖപദാർത്ഥം കഴിച്ച്, വീഞ്ഞിലേക്കൊന്നും തൻ്റെ കണ്ണ് ഓടിക്കാതെ, അതിലേക്കൊന്നും തൻ്റെ ശരീരം സമർപ്പിക്കാതെ വളരെ ലൈറ്റായ ആഹാരം കഴിച്ച് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന ഒരു കാര്യം കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന തീരുമാനം ദാനിയേൽ എടുത്തു. പ്രിയ കൂട്ടുകാരെ, ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എന്നിട്ട് തനിക്ക് അശുദ്ധി വരുത്തുവാൻ ഇടവരുത്തല്ലേ എന്ന് ഷണ്ഡാധിപനോട് അദ്ദേഹം അപേക്ഷിക്കുകയും ചെയ്തു. നമുക്ക് സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ ചില ആളുകളൊക്കെ മദ്യപാനത്തിലേക്ക്, പുകവലി ശീലങ്ങളിലേക്ക്, ലഹരിയുടെ ഉപയോഗങ്ങളിലേക്ക് പോകാൻ കാര്യം ഏതെങ്കിലും സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അവർ പോകുന്ന സ്കൂളിൽ, കോളേജിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന കൂട്ടുകാരെ കാണും. അപ്പോൾ അവരെ കാണുമ്പോൾ അതിലേക്ക് ആ ആസക്തി മനസ്സിൽ വരും. ലോകപ്രകാരം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ആശകൾ നമ്മുടെ മനസ്സിൽ വരാം. എന്നാൽ അവിടെ ഒരു തീരുമാനം നമുക്കുണ്ടാകണം, അവിടെ ഒരു ആഗ്രഹം ഉണ്ടാകണം. ഇവിടെ ദാനിയേലിനുണ്ടായ ആഗ്രഹം എന്താണ്? എനിക്കിതിലേക്ക് പോകണ്ട. ചില കൂട്ടുകാരോട് വീഞ്ഞ് കഴിക്കുന്നവരുണ്ട്, പക്ഷെ എനിക്കതിലേക്ക് പോകണ്ട, അതിന് എന്നോട് ദയവുണ്ടാകണമേ. അപ്പോൾ ഷണ്ഡാധിപന് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും? അവിടെ ദൈവത്തിൻ്റെ ഒരു ദയ, ദൈവത്തിൻ്റെ ഒരു കൃപ അവൻ്റെ മേൽ ഇറങ്ങി വന്നു, ദൈവത്തിൻ്റെ സഹായം ഇറങ്ങി വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സലിവ് തോന്നി. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം അതിന് വഴികൾ ഒരുക്കും. നമുക്ക് ഏത് സമയത്തും വീഴുവാൻ അല്ലെങ്കിൽ പരാജയപ്പെടുവാനുള്ള ഒരുക്കമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ
പിന്നീട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. അങ്ങനെ ആ സഹോദരങ്ങൾ ദാനിയേലും സുഹൃത്തുക്കളും തീരുമാനമെടുത്തു. പക്ഷേ ഷണ്ഡാധിപൻ പറയുന്നൊരു കാര്യമുണ്ട്, ദാനിയേലേ, നിങ്ങൾ ഇത്തരത്തിൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഞാൻ രാജാവിൻ്റെ മുൻപിൽ നിങ്ങൾ നിർത്തുമ്പോൾ നിങ്ങൾ ക്ഷീണിതരായി കണ്ടാൽ, നിങ്ങൾക്ക് മെലിഞ്ഞിരിക്കുന്നതായി കണ്ടാൽ രാജാവ് എൻ്റെ തലയ്ക്ക് അത് അപകടം വരും. പക്ഷെ ദാനിയേൽ ഷണ്ഡാധിപനോട് ചോദിക്കുകയാണ്, അടിയങ്ങളെ 10 ദിവസം ഒന്ന് പരീക്ഷിക്കാമോ? ആ 10 ദിവസം ഞങ്ങൾക്ക് ഈ ഭക്ഷണം തന്നു നോക്കുക. ഏത് 10 ദിവസം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള മാറ്റമാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങ് പറയുന്നതനുസരിക്കും. ആ 10 ദിവസം ബെൽഷസ്സർ എന്ന ആ ഷണ്ഡാധിപൻ അവരുടെ ദയവുണ്ടായി. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുത്തു. വീഞ്ഞിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. അങ്ങനെ തുടർന്ന് നമ്മൾ വരുമ്പോൾ രാജഭോജനം കഴിച്ചു വന്ന ബാലന്മാരേതിലും വിശിഷ്ടമായ ചൈതന്യമുള്ള അഴകുള്ളവരും മാംസപുഷ്ടിയുള്ളവരുമായി ദാനിയേലും കൂട്ടുകാരും മാറി. എത്ര ശ്രേഷ്ഠമായൊരു ഭാഗമാണ്. അപ്പൊ തീരുമാനത്തിൽ ഉറച്ചു നിന്ന, ദൈവത്തിൽ ആശ്രയിച്ചു നിന്ന ദാനിയേലും സുഹൃത്തുക്കളും അതാ ശോഭയുള്ളവരായി മാറുകയാണ്, അഴകുള്ളവരായി മാറുകയാണ്, മാംസപുഷ്ടിയുള്ളവരായി മാറുകയാണ്. അവരുടെ തീരുമാനമാണ് അവരുടെ ജീവിതത്തിൽ മുൻപിലേക്ക് അവരെ നയിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം, അവർ സകല വിദ്യയിലും സകല ജ്ഞാനത്തിലും അവർ നിപുണതയും സാമർഥ്യവും ഉള്ളവരായിത്തീരും. പലപ്പോഴും പഠിക്കുവാനുള്ള അവസരങ്ങൾ ഇപ്പോഴുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഓൺലൈനായിട്ടായിരിക്കാം നിങ്ങൾ പഠിക്കുന്നത്, വീട്ടിലിരുന്ന് പഠിക്കുന്നു. കൂട്ടുകാരോട് കമ്പൈൻ സ്റ്റഡി നടക്കുന്നു. വാട്സപ്പിലൂടെ, ഗൂഗിൾ മീറ്റ് പോലുള്ള സംവിധാനങ്ങളിലൂടെ, സൂം പോലുള്ള സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നു. ടീച്ചേഴ്സ് വീഡിയോ അയച്ചു തരുന്നു. കൂട്ടുകാർ, ഒരു കാര്യം ഓർക്കുക, ദൈവം നിങ്ങൾക്ക് തരുന്ന ഈ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. കോടാനുകൂടി കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ പോകാൻ അവസരമില്ല. അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല. നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള നന്മകൾ, പഠിക്കാനുള്ള അവസരം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം, പല കുഞ്ഞുങ്ങളും പലയിടങ്ങളിൽ, പല രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാല വേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. ഖനികളിൽ അവർ ജോലി ചെയ്യുന്നു. വഴിയോരങ്ങളിലൂടെ അവർ ഭിക്ഷ തിണ്ടി നടക്കുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. ജ്ഞാനം വർദ്ധിപ്പിക്കുക, ജ്ഞാനം ലഭിക്കുവാൻ ആഗ്രഹിക്കുക, അറിവ് നേടുക. അതിന് ദാനിയേലിനെ പോലെ, സുഹൃത്തുക്കളെ പോലെ നിങ്ങൾക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കും. അവിടെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിന്റെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെട്ടു. ആ സ്വപ്നം ഉറക്കം എഴുന്നേറ്റത്തിൽ മറന്നുപോയി. പക്ഷെ ആകുലത മാറിയില്ല, വ്യാകുലം മാറിയില്ല. അവന്റെ മനസ്സിൽ ടെൻഷൻ ഇങ്ങനെ നിന്നു. ആ രാജാവിന്റെ ടെൻഷൻ മാറ്റാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ സ്വപ്നം പറയാനും സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തരാനും കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ഒന്നും പറയുന്ന അർത്ഥങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും രാജാവിന് തൃപ്തിയാകുന്നില്ല. അവിടെ ദാനിയേൽ അവിടെ പറയുകയാണ്, തനിക്ക് സമയം തരണം, ഞാൻ രാജാവിനോട് അർത്ഥം അറിയിക്കാം. എത്ര ധൈര്യം! അതൊരു ധൈര്യമാണ്. തനിക്ക് ദൈവം ഈ കാര്യങ്ങൾ പറഞ്ഞു തരും എന്നുള്ള ഒരു ബോധ്യം ദാനിയേലിനുണ്ടായിരുന്നു. ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാർക്ക് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരോട് അപേക്ഷിച്ചു. അപ്പോൾ കൂട്ടുകാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ജ്ഞാനം വർദ്ധിക്കുവാൻ, അറിവ് വർദ്ധിക്കുവാൻ വേണ്ടി അവിടെ പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്, ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. കർത്താവ് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അവൻ അഗാധവും ഗൂഢവുമായ കാര്യങ്ങളെ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ ധൈര്യത്തോടെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിപ്പാൻ ഇരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം കണ്ട സ്വപ്നത്തെക്കുറിച്ച് വ്യക്തമായി ദാനിയേല് വെളിപ്പെടുത്തുകയും ദാനിയേൽ വെളിപ്പെടുത്തുന്ന ആ സ്വപ്നത്തെക്കുറിച്ച് 47-ാം വാക്യം പറയുന്നത്, ദാനിയേലിനോട് രാജാവ് പറയും, നീ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാതി രാജാവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവരുമാകുന്നു സത്യം. രാജാവ് ദാനിയേലിനെ മഹാനാക്കി മാറ്റി, അവന് ധാരാളം സമ്മാനങ്ങൾ നൽകി. അപ്പോൾ രാജാവ് കാണുന്ന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുവാനും വ്യാഖ്യാനിച്ചു കൊടുക്കുവാനും ഒക്കെ ദാനിയേലിന് കൃപ ലഭിച്ചു. അപ്പോൾ ഒന്ന്, ദാനിയേൽ വിശുദ്ധിക്ക് വേണ്ടി നിലനിന്നു.
ഭക്തിക്ക് വേണ്ടി നിലനിന്നു. 2, ദാനിയേൽ തീരുമാനമുള്ളവനായിരുന്നു. ആ തീരുമാനത്തിന്റെ മുൻപിലേക്ക് അവൻ ചലിക്കാൻ പറ്റി. 3, വളരെ പ്രധാനപ്പെട്ട കാര്യം, അവന് ലഭിച്ച ഒരു ദൈവകൃപ, ജ്ഞാനം വർദ്ധിപ്പിച്ച് അവന് ലഭിച്ചൊരു ദൈവകൃപയായിരുന്നു ദർശനങ്ങൾ പറയാൻ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ആ കഴിവ്. ആ കഴിവ് അവൻ പൂർണ്ണമായും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 4-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് വീണ്ടും ഇതാ മറ്റൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അവിടെ മറ്റൊരു സ്വപ്നം വരികയാണ്. അവിടെ 18-ാം അധ്യായത്തിൽ 18-ാം വാക്യം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവനെക്കുറിച്ച് പറയുന്നുണ്ട്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉള്ളതുകൊണ്ട് നീ അതിന് പ്രാപ്തനാകുന്നു രാജാവ് പറയുക. അപ്പൊ ദാനിയേലിനെ കുറിച്ച് എന്താ പറയുന്നത്? വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനായിട്ട് ദാനിയേലിനെ കുറിച്ച് രാജാവ് സാക്ഷ്യം പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. നമ്മുടെ ഉള്ളിൽ പ്രവാചകനായ ദൈവമുണ്ട്. നമ്മുടെ ഉള്ളിൽ സർവശക്തനായ കർത്താവ് വസിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹവും സാന്നിധ്യവും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ദാനിയേലിനെ പോലെ ധൈര്യത്തോടെ നിലനിൽക്കുക. ഏതൊരു കാര്യത്തിലും ധൈര്യത്തോടെ സ്റ്റെപ്പുകൾ വയ്ക്കുക. ദാനിയേലെ വളരെ ലളിതമായിട്ട് ദാവീദ് നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ സ്വപ്നങ്ങൾ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന അർത്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 5-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ബെൽഷസ്സർ എന്ന രാജാവിനെ കുറിച്ച് അവിടെ പറയുന്നു. ബെൽഷസ്സർ രാജാവ് ദേവാലയത്തിൽ നിന്ന് കൊള്ളയായി കൊണ്ടുവന്ന പാത്രങ്ങൾ ഉപയോഗിച്ച്, ദേവാലയത്തിലെ പാത്രങ്ങൾ ഉപയോഗിച്ച് വീഞ്ഞു കുടിക്കുകയും ദൈവാലയത്തെ അതിൻ്റെ ദൈവിക തേജസ്സിനെയൊക്കെ ത്യജിക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷേ അദ്ദേഹം സ്വയം സ്തുതിച്ച് അല്ലെങ്കിൽ സ്വയം പുകഴ്ത്തുന്ന ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അവിടെ ഇതാ ഒരു കൈ പാഞ്ഞു വന്ന് വിരലുകൾ പുറപ്പെട്ടു വന്ന് ചുവരിൽ എഴുതുകയാണ്, മെനെ മെനെ തെക്കേ ലൂഫർസീൻ, നിന്നെ ഞാൻ അളന്നു തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ബെൽഷസ്സർ എന്ന ആ രാജാവിൻ്റെ സന്നിധിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുകയാണ്. നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അപ്പൊ ദാനിയേലിനെ ഈ അർത്ഥം പറഞ്ഞതോടെ, ഈ വാക്കുകൾ എഴുതിയതോടെ ബെൽഷസ്സറിന്റെ കൽപ്പനയാൽ ദാനിയേലിന് ധൂമവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിൽ 3-ാമനായി വാഴുമെന്ന് അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി. കൂട്ടുകാരെ, അപ്പൊ ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകൾ, കഴിവുകൾ പ്രയോജനപ്പെടുത്തുക. ദാനിയേൽ തനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കഴിവുകളും അതെല്ലാം പ്രയോജനപ്പെടുത്താൻ ദാനിയേലിന് സാധിച്ചു. നിങ്ങൾ പാട്ട് പാടുന്ന കൂട്ടുകാരാണോ? പ്രസംഗിക്കുന്ന കൂട്ടുകാരാണോ? കഥകൾ എഴുതുന്ന കൂട്ടുകാരാണോ? പാട്ടെഴുതാൻ കഴിവുള്ള കൂട്ടുകാരാണോ? വായിക്കാൻ കഴിവുള്ള കൂട്ടുകാരാണോ? സംസാരിക്കാൻ കഴിവുള്ള നിങ്ങളുടെ കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ കഴിവുകൾ ദൈവരാജ്യത്തിന്റെ വർധനവിനായി ഉപയോഗിക്കാൻ കഴിയണം. നിങ്ങളുടെ കഴിവുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആകാം, ഏതൊരു മാധ്യമത്തിലൂടെയും അത് ദൈവനാമ മഹത്വത്തിനായി നിങ്ങൾ സമർപ്പിക്കുക. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അത് വിട്ടുകൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തുടർന്ന് നമ്മൾ കാണുകയാണ് ദാനിയേലിന് ചില ശത്രുക്കൾ എഴുന്നേൽക്കുകയും. ദാനിയേൽ നല്ല രീതിയിൽ ദൈവത്തെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവനെതിരെ ചിലർ എഴുന്നേൽക്കുക. അതെല്ലായിടത്തും. കൂട്ടുകാരെ, നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ്. പക്ഷേ ചില കൂട്ടുകാർക്ക് നിങ്ങളോട് അനിഷ്ടമുണ്ടാകാം, നിങ്ങളോട് ദേഷ്യമുണ്ടാകാം. അവർ ചില കരുക്കളൊക്കെ നീക്കും. ഇവിടെ ഇതാ ദാവീദിന്റെ മുൻപിൽ ഈ വിദ്വാൻമാരെ എന്ന് പറയുകയാണ്, ഇവിടെ രാജാവേ ഒരു കൽപ്പന ഉണ്ടാക്കണം, അങ്ങയെ മാത്രം നമസ്കരിക്കാൻ ഒരു തീരുമാനം. അങ്ങയല്ലാതെ വേറെ ആരെയെങ്കിലും നമസ്കരിച്ചാൽ, അങ്ങയോടല്ലാതെ ആരെയെങ്കിലും പ്രാർത്ഥിച്ചാൽ അവിടെ അവരെ സിംഹത്തിന്റെ കുഴിയിലിട്ട് കളയണം. ഇവർക്കറിയാം ദാനിയേല് രാജാവിനോട് പ്രാർത്ഥിക്കത്തില്ല, ദാനിയേല് രാജാവിനെ ആ രീതിയിൽ വണങ്ങുകയില്ല, ദൈവമായി കണക്കാക്കുകയില്ല, അവനൊറ്റ ദൈവമേ ഉള്ളൂ. അതറിയാവുന്ന ഈ അസൂയക്കാർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കുടുക്കാൻ ശ്രമിച്ചു. അവിടെ നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് ആ നിയമം അവിടെ വന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? ദാനിയേല് സിംഹക്കുഴിയിലേക്ക് വീഴുന്നൊരു സാഹചര്യം വരിക. ദാനിയേൽ എപ്പോഴും സ്ഥിരമായി ചെയ്തു വരുന്നത് പോലെ പ്രാർത്ഥിച്ചു, സ്ഥിരമായി ചെയ്തു വരുന്ന പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലം എന്താ ലഭിച്ചത്? സിംഹക്കുഴിയിലേക്ക് ഇട്ടുക. ചില കൂട്ടുകാർ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ അനുസരണം ചിലപ്പോൾ പാകപ്പിഴകൾ വരുന്നു, വേദനകൾ വരുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? നിങ്ങളെങ്ങനെ ചിന്തിക്കാറുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഇതാ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച വേദനകളും തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഭാരങ്ങളും ഒക്കെ ദാനിയേൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അവിടെ സിംഹക്കുഴിയിലേക്ക് അവൻ ഇടപെട്ടു. സിംഹക്കുഴിയിൽ രാജാവിന് വലിയ വേദന തോന്നി. അയ്യോ, ദാനിയേലിനെ ഇടണ്ട വന്നല്ലോ,
ദാനിയേലിനെ രക്ഷിപ്പാൻ അവന് മനസ്സുണ്ട്. പക്ഷേ അവൻ ആ കൽപ്പന പുറപ്പെടുവിച്ചതുകൊണ്ട് ദാനിയേലിനെ രക്ഷിക്കാൻ രാജാവിന് കഴിയാതെ പോയി. കൂട്ടുകാരെ, സിംഹക്കുഴിയിൽ വീണ ദാനിയേലിന് എന്ത് സംഭവിച്ചു? ദാനിയേൽ സിംഹക്കുഴിയിൽ വീണതോടെ സിംഹത്തിന്റെ വായ അടഞ്ഞുപോയി. തന്റെ അഭിഷിക്തനെ രക്ഷിക്കാൻ ദൈവത്തിന് മനസ്സായി. സിംഹക്കുഴിയിൽ അവനിത് അസ്വസ്ഥമായി ഒരു കല്ല് വെച്ച് അടയ്ക്കപ്പെട്ട ആ സിംഹഗുഹയിൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. രാജാവിന് ആ രാത്രി ഉറക്കം വന്നില്ല. ദാനിയേൽ ഉറങ്ങി. രാജാവ് പിറ്റേ ദിവസം വന്ന് പുലർച്ചെ വന്ന് ചോദിക്കുക, ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹത്തിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ മതിയായി, അവന് കഴിഞ്ഞോ? ഇപ്പൊ ദാനിയേൽ തിരിച്ച് മറുപടി പറയുക. രാജാവ് പ്രതീക്ഷിച്ചില്ല. എല്ലാം അവന്റെ സർവ്വവും മാംസമടക്കം തിന്നു തീർക്കേണ്ട സിംഹങ്ങൾ, കടിച്ചു കീറേണ്ട സിംഹങ്ങൾ നിശബ്ദമായി പോയി എന്ന് രാജാവ് അറിയുന്നില്ല. രാജാവ് ദുഃഖത്തോടെ ചോദ്യം ചോദിക്കുന്നു. പക്ഷേ ദാനിയേൽ പറയുക, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്ത രാജാവേ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. കൂട്ടുകാരെ, അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര പേർക്ക് ആ സന്തോഷം പകർന്നു. ആ ദേശത്ത് തന്നെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു സാഹചര്യം വരികയുണ്ടായി. അപ്പോൾ നിശ്ചയമായിട്ടും അവനെതിരെ, ദാനിയേലിനെതിരെ പ്രവർത്തിച്ചവർ ആ സിംഹക്കുഴിയിലേക്ക് വീഴുന്നൊരു സാഹചര്യം വരിക. കൂട്ടുകാരെ, നിങ്ങളെപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല, വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വഴികൾ ഒരുക്കുന്ന ഒരു കർത്താവ്. ദാനിയേലിനെ കുറിച്ച് നമ്മൾ ദാനിയേൽ ഈസ് ഫ്രം ഡേവിഡ്സ് റോയൽ ഫാമിലി. ആ ദാവീദ് കുലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, പക്ഷേ അടിമയായി മാറി. എന്നാൽ അവൻ ദൈവത്തെ ആശ്രയിച്ചു, ദൈവത്തെ വിശ്വസിച്ചു. ദാനിയേലിന്റെ ആ വിസ്ഡവും ഇന്റലിജൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. അവന്റെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച്, കഴിവ് ഉപയോഗിച്ച്, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള താലന്തുകൾ ഉപയോഗിച്ച് അവൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കഴിവുകൾ അവൻ ഉപയോഗിക്കുകയാണ്. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായത്തിൽ 4-ാം അധ്യായം 5-ാം അധ്യായം 7-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? അദ്ദേഹത്തിന് ലഭിച്ച അവസരങ്ങൾ, അദ്ദേഹം മുന്നിൽ കണ്ട അവസരങ്ങളിലെല്ലാം രാജാവിനെ സഹായിക്കാൻ അദ്ദേഹം മുന്നോട്ട് ഇറങ്ങുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദാനിയേലിനെ പോലെ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദാനിയേലിനെ പോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദാനിയേലിനെ പോലെ ദൈവത്തിനെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രതിസന്ധികൾ വരുമ്പോൾ വിട്ടുപോകാതെ, പ്രലോഭനങ്ങൾ വരുമ്പോൾ വിട്ടുപോകാതെ നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? ദാനിയേലിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, ദാനിയേല് വളരെ ശക്തനായ ഒരു പ്രാർത്ഥന മനുഷ്യനാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് പ്രാർത്ഥന മാറട്ടെ. പ്രയർ ഈസ് പവർ. പ്രാർത്ഥന എന്നത് നമുക്ക് ഒരു പവറാണ്, ശക്തിയാണ്. പ്രയർ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പവർ ഇല്ല. നോ പ്രയർ, നോ ലെസ് പ്രയർ, ലെസ് പവർ. മോർ പ്രയർ, മോർ പവർ. കൂടുതൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ ശക്തിയുള്ളവരാണ്. ദാനിയേൽ നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയാണ്. അവൻ ദിനം തോറും ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയാണല്ലോ സങ്കടങ്ങൾ വന്നപ്പോഴും പ്രതിസന്ധികൾ വന്നപ്പോഴും അദ്ദേഹത്തെ സഹായിച്ചത്. ഏതൊരു കാര്യത്തിന് മുൻപും അദ്ദേഹം പ്രാർത്ഥനയിൽ സമയം വേർതിരിച്ചു, പ്രാർത്ഥിക്കാൻ സമയം മാറ്റിവെച്ചു, പ്രാർത്ഥനയ്ക്ക് അവസരങ്ങൾ ഒരുക്കി. ദാനിയേൽ എത്ര ശക്തനായ ഒരു മനുഷ്യനാണ് അല്ലേ? ദാനിയേലിനെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ, പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ആ വചനം ഓർക്കുക. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ആ വചനം നിങ്ങൾ ഹൃദിസ്ഥമാക്കുക. ദൈവത്തിന്റെ ഭക്തിയിൽ ആശ്രയിക്കുക. മറ്റൊരു വാക്യം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം പ്രകാരം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. വചനം എല്ലാവരും പറയാമോ? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. പൗലോസ് പറയും, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ദാനിയേലിനെ പോലെ ഉറച്ച വിശ്വാസത്തോടെ മുൻപിലേക്ക് പോകാൻ കഴിയും, ഉറച്ച വിശ്വാസത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിലും ദാനിയേലിനെ പോലെ നല്ല തീരുമാനങ്ങൾ എടുത്ത ഉചിതമായ സമയത്ത് ദൈവനാമം ഉയർത്തുന്ന പ്രിയപ്പെട്ടവരായി മാറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദാനിയേൽ അടിമയായി പോയതാ വേറൊരു സ്ഥലത്താണ്, പക്ഷെ ദാനിയേൽ അവിടെയും വിശുദ്ധിക്ക് വേണ്ടി, വിശ്വസ്തതയ്ക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി നിലനിൽക്കും.
കൂട്ടുകാരെ നിങ്ങളായിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രയോജനപ്പെടാൻ നിങ്ങൾ സാധിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക. ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളുടെ മേൽ വരും, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ. എല്ലാ കൂട്ടുകാരും കണ്ണുകൾ അടച്ച് പ്രകാരം പ്രാർത്ഥിക്കാൻ. ദൈവമായ കർത്താവേ, ദാനിയേലിനെ പോലെ മനോഹരമായൊരു ജീവിതം നയിക്കാൻ സഹായിക്കണം. അങ്ങയുടെ ഭക്തി, അങ്ങയുടെ ശക്തി, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. കർത്താവേ, അങ്ങേക്ക് ഹിതമുള്ളത് മാത്രം ജീവിതത്തിൽ ചിന്തിപ്പാൻ, പ്രവർത്തിപ്പാൻ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു കൂട്ടുകാരെ. ഗോഡ് ബ്ലെസ് യു.